ஸ்னேகலதா கலைக்குழுவின் 52வது திருவோண திருவிழாவான இன்று காலை அத்தப்பூக்களம் ஒருக்கி நிகழ்ச்சிகளை குத்துவிளக்கேற்றி துவக்கி வைத்து மருத்துவ முகாம் முடித்து இங்கு கொடியும் ஏற்றி வைத்து மதியம் திருவோண விருந்து முடித்து மகளிருக்கான அனைத்து போட்டிகள் அனைத்தையும் முடித்து தற்பொழுது பண்பாட்டு அரங்கத்தில் வந்துள்ளோம். இந்த பண்பாட்டு அரங்கமானது தென்னிந்திய இசைக்குயில் எஸ் ஜானகி நினைவரங்கமாக வைத்திருக்கிறோம். இந்த நிகழ்விற்கு தலைமையை ஏற்று நடத்த எங்களின் பாசமிகு தலைவர் திரு பொன்மனை வல்சகுமார் அவர்களை அன்போடு அழைக்கிறேன். പൊന്മന സ്നേഹലത ആർട്സിൻ്റെ 52ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ പല പരിപാടികളുടെ വിജയാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് സാംസ്കാരിക സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക സമ്മേളന നായകൻ തമിഴ്നാട്ടിലെ സുപ്രസിദ്ധ തമിഴ് എഴുത്തുകാരനായ ശ്രീ ആദവൻ ദീക്ഷണ്യാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ്. പൊന്മേനയിലേക്ക് ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞവർ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും സ്വീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ കുലശേഖരത്ത് ഒരു പരിപാടിയിലും പങ്കെടുത്തു വരുന്നു. സ്നേഹലത ഒരു സിനിമ നടിയായിരുന്നു, അതോടൊപ്പം തന്നെ നാടക നടിയായിരുന്നു. അതിനേക്കാളൊക്കെ മുമ്പ് അവർ ഒരു സോഷ്യലിസ്റ്റായിരുന്നു. സോഷ്യലിസ്റ്റായി തുടങ്ങി ഈ തരത്തിൽ പരിണമിച്ചുകൊണ്ടിരുന്ന സ്നേഹലത റെഡ്ഡി എന്ന ആ സിനിമാ നടിയെ തൻ്റെ പ്രവർത്തനം ഈ സമൂഹത്തിലേക്ക് വേണ്ടി തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു വന്നത്. 1975 ജൂൺ മാസം 25-ാം തീയതി ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു കരിമ്പടം അന്നത്തെ സർക്കാർ കൊണ്ടു മൂടിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ച സ്നേഹലത റെഡ്ഡിയെ ബാംഗ്ലൂരിലെ ജയിലിലാക്കുകയാണ് ഉണ്ടായത് അന്നത്തെ സർക്കാർ. ജയിലിലാക്കിയ ഉടനെ സ്നേഹലത ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗ്രാമത്തിലെ അന്നത്തെ യുവത്വം ഉടൻ തന്നെ സ്നേഹലതയുടെ പേരിൽ സ്നേഹലത ആർട്സ് ഇവിടെ രൂപീകരിക്കുകയുണ്ടായി. സ്നേഹലത ആർട്സ് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഈ ഗ്രാമത്തിന് അതൊരു പുതിയ വാർത്തയായിരുന്നു.
സ്നേഹലത ആർട്സ് അതിലൂടെ നാടകങ്ങൾ നടത്തുകയായിരുന്നു ആദ്യം ചെയ്തു വന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് ശേഷം സംസാരിക്കുവാനുള്ള ശ്രീ ഡോക്ടർ CMK തമ്പി അവർകൾ വിശദമായി അതേപ്പറ്റിയൊക്കെ പറയുന്നതാണ്. സ്നേഹലത 1932 ജനിച്ചത്. ഇനിയൊരു 6 വർഷം കൂടെ കടന്നാൽ സ്നേഹലതയുടെ നൂറ്റാണ്ടാണ്. 1977 ജയിലിൽ ക്രൂശിക്കപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി പരോളിൽ പുറത്തിറങ്ങി 5-ാം ദിവസം അവർ മരണമടയുകയാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നേഹലത ആരാണെന്ന് എന്ന് കേരളം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മിസ എന്ന ഒരു നാടകത്തിലൂടെ ഇന്ന് സ്നേഹലത മലയാള ലോകം മുഴുവനും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വീണ്ടും 51 വർഷങ്ങൾക്ക് മുമ്പ് പിന്നിലോട്ട് പോയി ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണെന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സ്നേഹലതയുടെ പേരിൽ തുടർന്ന് 2-ാം 3-ാം തലമുറ ഈ ഗ്രാമത്തിൽ ആ നാമം ചുമന്നുകൊണ്ട് നടത്തുന്ന പരിപാടി ലോകത്തൊരു അത്ഭുതമാണ്. ബോധപൂർവമാണ് പറയുന്നത്. ലോകം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ വേദിയിൽ സംസാരിക്കുവാൻ ഇന്നത്തെ CPIM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ സഖാവ് MA ബേബിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്നേഹലത റെഡ്ഡിയെ പറ്റി അറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്, സ്നേഹലത റെഡ്ഡിയുടെ പേരിൽ, സ്നേഹലത എന്ന പേരിൽ ഒരു സാംസ്കാരിക സമിതി തമിഴ്നാട്ടിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ഉണ്ടെന്നോ? എനിക്ക് അത്ഭുതമായിരിക്കുന്നു. ഞാനിതുവരെ ലോകത്തൊരു സ്ഥലത്തും അവരുടെ പേരിൽ ഒരു സാംസ്കാരിക സമിതി ഉള്ളതായി അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അത്തരത്തിൽ ആ പുരോഗമനവാദിയെ നിങ്ങളെ ഗ്രാമത്തിൽ ആദ്യമായി ആരായിരിക്കാം ഈ പ്രസ്ഥാനം തുടങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹലതയുടെ ചരിത്രം പറയേണ്ട അവസരം എനിക്കുണ്ടായിരുന്നു. തീർച്ചയായും വരാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ അന്നത്തെ CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആ ഓണക്കാലത്ത് മരിച്ചതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന സംസാരിക്കുവാൻ സ്നേഹലത കല ജനങ്ങൾക്ക് വേണ്ടി എന്ന് പ്രവർത്തിച്ചതുപോലെ കല ജനങ്ങൾക്ക് വേണ്ടി എന്നതിൻ്റെ സാരം ഉൾക്കൊണ്ട് സംസാരിക്കുവാൻ വരുന്ന ആദവൻ ദീക്ഷണ്യ പ്രശസ്തനായ എഴുത്തുകാരനാണ്. തമിഴിലെ കൊടുങ്കാലത്തിൻ കഥകൾ എന്ന പുസ്തകം തന്നെ തുടർന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. ധാരാളം ചെറുകഥകൾ. സുപ്രസിദ്ധ പ്രഭാഷകൻ. അദ്ദേഹം ഇന്നലെ ചോദിച്ചു, ഈ ദിവസം എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ചൊവ്വാഴ്ച. ഞാൻ സ്നേഹലതയുടെ ചരിത്രമെടുത്ത് നോക്കി. സ്നേഹലത ജനിച്ച ദിവസം നോക്കുമ്പോൾ 1932 പറയുന്നു. മരിച്ചതാണെങ്കിൽ ജനുവരി മാസം 20-ാം തീയതി 1977. ഈ സമയത്ത് ഈ ദിവസം നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹലതയിലൂടെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എവിടെയാണ്
സ്നേഹലത ഈ ഗ്രാമത്തിൽ ആഴത്തിൽ വേരൂന്നിയത് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് അരനൂറ്റാണ്ടിൻ്റെ ചരിത്രമായി മാറി. സാധാരണമല്ല, വളരെ ലളിതമായി കടന്നു പോകുന്ന കാലമായിരുന്നില്ല കഴിഞ്ഞ കാലങ്ങൾ. ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ഗ്രാമത്തിൽ സ്നേഹലതയുടെ പേരിൽ യാതൊരു വിധമായ ആക്ഷേപങ്ങൾക്കും വഴി വയ്ക്കാതെ എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയുടെ വിജയം ഇനിയും തുടർന്ന് സ്നേഹലതയുടെ നൂറ്റാണ്ടാഘോഷിക്കുന്ന കാലവും കടന്ന് പോകേണ്ട ആവശ്യമാണ് ചരിത്രം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം 1975 സ്നേഹലത അനുഭവിച്ചതുപോലെ അതുപോലുള്ള ഒരു കാലഘട്ടം പുരോഗമനം പറയുന്നവർ ആരാണ് എന്ന് തമിഴ്നാട് സർക്കാർ കണക്കെടുക്കുന്ന കാലമായി ഇന്നത്തെ കാലം മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, അതുപോലെ തന്നെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോരാടുന്നവർ, പതാകകൾ പിടിച്ചു മുന്നേറുന്നവർ, ഇവരൊക്കെ ആരാണ് എന്ന് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ കണക്കെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭയപ്പെടുകയാണ് ഇന്നത്തെ കാലം. ആരെ ഭയപ്പെടുത്തുകയാണ്? ഇതൊന്നുമില്ലാതെ ജന്തർ മന്ദറിൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടു. കഴിഞ്ഞ ജൂലൈ മാസം തുടങ്ങി മഹാശക്തനായ ഏതൊരു ശക്തിമാനെയും യുവജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിന്നാൽ തോൽപ്പിക്കാനാകുമെന്ന് യുവജനതയുടെ ശക്തമായ പ്രതിരോധം നമ്മുടെ മുമ്പിൽ കാട്ടിയിരിക്കുകയാണ്. തമിഴ്നാട് ഏതു വിധത്തിൽ ഇതുപോലുള്ള പ്രതിഷേധത്തിൻ്റെ കണക്കെടുത്താലും അതൊക്കെ തകിടം മറിയുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഈ കാലഘട്ടം ഒരുപാട് പാഠങ്ങളായിരിക്കും ഇനി ഭരിക്കുന്നവർക്കും. സ്നേഹലതയുടെ കാലം പോലെയല്ല. ഇനി ഭരിക്കുന്നവരും ജനങ്ങളെ ഭയന്ന് ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാലഘട്ടം മാറിയിരിക്കുന്നു. അത് ലോകം മുഴുവനും മാറിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ അസാധ്യമാണ് എന്ന് ചരിത്രം നമ്മുടെ അയൽപ്പക്കത്തെല്ലാം കാട്ടിത്തരികയാണ്. സ്നേഹലത ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ സ്നേഹലത സോഷ്യലിസ്റ്റ് ആണോ എന്ന് ചോദിച്ച് നിന്റെ കൂട്ടുകാരൻ എവിടെയാണ് എന്ന് പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാട്ടിയ പോലീസുകാരെ പോലെ നമ്മുടെ അയൽപ്പക്കങ്ങളിലും കാട്ടിയിരുന്നു. എന്തിന് നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലും കാട്ടിയിരുന്നു. ഇന്ന് ശ്രീലങ്കയിൽ എത്ര ക്രൂരമായ നടപടികളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു വർഷത്തിൽ 2-3 ദിവസം ആ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവനും തലസ്ഥാനത്തിലേക്ക് അണിനിരന്നപ്പോൾ അവിടുത്തെ സർക്കാർ അവിടെ അണിതിരണ്ടവരുടെ കൂടെയായി. ഒരു സ്ഥലമല്ല, നേപ്പാളിൽ എന്താണ് സംഭവിച്ചത്? അവിടെയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്നേഹലത പ്രതികരിച്ചതുപോലെ ഓരോ പുരുഷനും, ഓരോ യുവതിയും, ഓരോ സ്ത്രീയും, ഓരോ വിദ്യാർത്ഥിയും പ്രതികരിച്ചപ്പോൾ അവിടെയും ചരിത്രം തലകുത്തനെ വീണു. അവിടെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അയൽപ്പക്കമായ ബംഗ്ലാദേശിൽ ഏതാനും ദിവസങ്ങളിൽ മാത്രം നടന്ന സമരം, ആ സമരത്തിലൂടെ അവിടെയും ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ജനങ്ങൾ തിങ്ങിക്കൂടുകയാണ്. ആ വിജയം ആഘോഷിച്ചതുകൊണ്ട് സഹിക്കാനാവാതെ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നമ്മുടെ ജനങ്ങളുടെ സാമൂഹ്യ നീതിക്ക് എതിരായി സമരം ചെയ്യുവാൻ ഒരു പടപ്പുറപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ നേടിയ നേട്ടങ്ങളെല്ലാം നശിപ്പിച്ച് താഴെ തള്ളുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ബാബാ സാഹിബ് അംബേദ്കറും അതുപോലുള്ള പുരോഗമന ഇച്ഛുക്കളുമായ മനുഷ്യർ ഇന്ത്യയുടെ ജനാധിപത്യത്തിലേക്ക് വേണ്ടി മുന്നെടുത്ത് കൊണ്ടുവന്ന കഴിഞ്ഞ കാലത്തെ ആ അഭിമാനകരമായ ജനാധിപത്യത്തെ നശിപ്പിക്കുവാൻ, സാമൂഹ്യ നീതിയെ നശിപ്പിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ പുതിയ കാലം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും സ്നേഹലതയെ അഭിമാനത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ചലിക്കേണ്ട കാലഘട്ടമായിരിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെ, നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ഗ്രാമത്തിൻ്റെ സ്നേഹലതയുടെ പ്രവർത്തകർ, അവരുടെ ഓരോ നടപടികളും കഴിഞ്ഞ കാലത്ത് ഇവിടുത്തെ ഓരോ വീടുകളിലും ചെന്നെത്തുകയായിരുന്നു. അത് കലയിലൂടെ, കലയെന്ന് പറയുമ്പോൾ വിൽപ്പാട്ടിലൂടെ, നാടകങ്ങളിലൂടെ, അങ്ങനെ വിവിധ തരം കലാപരിപാടികളൊക്കെ ഈ ഗ്രാമത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ്, ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നത്. ആ കാലഘട്ടം വീണ്ടും ആവശ്യപ്പെടുന്നു, ഇനിയും തീവ്രതയോടെ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ സഞ്ചാരങ്ങൾ തുടങ്ങി വിജയം നയിക്കുന്നതിലേക്ക് വേണ്ടി യാത്ര തുടരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന. എന്തുകൊണ്ടാണ് സ്നേഹലത അന്നത്തെ സോഷ്യലിസ്റ്റായ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം മതി. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന സമ്പ്രദായങ്ങൾക്കെതിരെ ബാംഗ്ലൂരിലെ ഒരു പ്രൊഫസർ UR അനന്തമൂർത്തി എഴുതിയ ഒരു നോവലുണ്ട്. ആ നോവൽ സംസ്കാര, സ്നേഹലതയുടെ അവസാനത്തെ സിനിമയും സംസ്കാരയാണ്. സംസ്കാര അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് മാത്രമല്ല, അനാചാരങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തുക എന്നതായിരുന്നു ആ നോവലിൻ്റെ ആഹ്വാനം. ആ നോവൽ ചലച്ചിത്രമായി, ചലച്ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്നേഹലത അന്തരിക്കുകയല്ല, അടിച്ചു കൊല്ലുകയായിരുന്നു ചെയ്തത്. അന്നത്തെ യുവത്വത്തിൻ്റെ ആ ആക്രോശം തുടർന്ന് മുന്നെടുത്ത് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി നമ്മുടെ സ്നേഹലത ആർട്സ് എന്നും തുടർന്നും ഈ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, കാലഘട്ടത്തിൻ്റെ ആനുകാലിക സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സ്നേഹലതയുടെ പേരിൽ പ്രഭാഷണ പരമ്പര തന്നെ ഇനിയുള്ള കാലം ആവശ്യപ്പെടുകയാണ്. അതിലേക്ക് വളർന്നു വരട്ടെ സ്നേഹലത എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.